ശ്രീ പ്രദീപ് വർമ്മ, അതായത് കഴിഞ്ഞ മണ്ഡലകാലം രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും, അതായത് BJP നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ അവിടെ എത്തിയ ഭക്തർ അതിനെ വലിയ രീതിയിൽ പ്രശംസിച്ചതാണ്. കാരണം ഒരു ഇടതടവുമില്ലാതെ സുഗമമായി ഏറ്റവും ഗംഭീരമായി അവിടെ തൊഴുതാനും അവരുടെ ഭക്തർക്ക് വേണ്ടതൊക്കെ അവിടെ നടത്താനുമായി എന്നുള്ളത് മണ്ഡലകാലത്തെ അങ്ങനെ സമൃദ്ധമാക്കിയെന്ന് ദേവസ്വം ബോർഡിനെ ശ്ലാഘിച്ചതാണ് എല്ലാവരും. ശബരിമലയിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴുള്ള വികസനത്തെ, ഞാൻ ആ രാഷ്ട്രീയമൊന്നും താങ്കളോട് ചോദിക്കുന്നില്ല, വികസനത്തെ സംബന്ധിച്ച്. ഒപ്പം ഈ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയരെന്ന നിലയിൽ താങ്കൾ വേദനയുണ്ടാക്കിയ സംഭവം, യഥാർത്ഥത്തിൽ ഹരിദാസ് കൂടി അത് കേൾക്കണം. യഥാർത്ഥത്തിൽ എന്താണ് അവർ പറഞ്ഞ അയ്യപ്പ വിരുദ്ധത, അതുകൂടി താങ്കൾ പറയണം. അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ ആയ വാവരി സ്വാമിയെക്കുറിച്ച് പറഞ്ഞത്, ഈ സ്വാമി പറഞ്ഞത് ആ വാവരി സ്വാമി ഒരു ക്രിമിനലും ഒരു ആക്രമണകാരിയുമാണെന്നാണ്. ഈ മതസ്പർശ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ഇതിലെ എനിക്ക് മനപ്രയാസം കൊണ്ടും വേദന കൊണ്ടുമാണ് ഞാനിതിനെതിരെ, സഹിക്കാൻ വയ്യാത്തത് കൊണ്ടുമാണ്. ഈ കഴിഞ്ഞ മണ്ഡലകാലത്തെ സംബന്ധിച്ച് അവിടെ ഈ സർക്കാർ നടത്തിയ വികസനത്തെ, മീൻസ് ദേവസ്വം ബോർഡ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെയൊക്കെ സംബന്ധിച്ച് ഈ ആഗോള അയ്യപ്പ സംഗമവും അതിൻ്റെ കൂടുതൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാനാണ്. പക്ഷേ ഈ മണ്ഡലകാലത്തെ എല്ലാവരും ശ്ലാഘിച്ചു. താങ്കൾ മുൻകാല അനുഭവങ്ങളും ഇപ്പോഴത്തെ ഒന്ന് താരതമ്യം ചെയ്താൽ. ഈ കഴിഞ്ഞ തവണത്തെ സീസൺ, ശബരിമല സീസൺ എന്ന് പറഞ്ഞാൽ ഇത്രയും സുന്ദരമായ ഒരു ഇത് നടന്നിട്ടേ ഇല്ല ഇതുവരെ. അത്ര ഗംഭീരമായ രീതിയിലുള്ള ഒരു ഇതായിരുന്നു, ദർശനമായിരുന്നു എല്ലാവർക്കും നടത്താൻ പറ്റിയത്. അതുപോലെ തന്നെ ഓരോ അയ്യപ്പന്മാർക്കും അവിടെ പോയിട്ട് വരുന്ന എല്ലാ ഭക്തന്മാരും പന്തളത്ത് വന്നിട്ട് എന്നോട് തന്നെ പലരും സംസാരിച്ചിട്ടുണ്ട്. ഇത്രയും സുന്ദരമായി ഇത്രയും നല്ല രീതിയിൽ ഒരു സീസൺ ഇതുവരെ ഞങ്ങൾ ശരി അത് മതി കണ്ടിട്ടില്ല. തീർച്ചയായും. താങ്ക് യു.